ഉമേഷ്, ഒരുപാട് വാർത്തകൾ ഇന്ന് തിരുവനന്തപുരം മേഖലയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഇന്ന് നിർണായകമായ ദിവസമാണ്. തന്ത്രി SIT കസ്റ്റഡിയിൽ വാങ്ങുന്നു. ഒപ്പം മുരാരി ബാബുവിന് ജാമ്യം ലഭിക്കുമോ, വിജിലൻസ് കോടതി ജാമ്യം നൽകുമോ എന്ന സ്വാഭാവിക ജാമ്യത്തിനുള്ള സാധ്യത നിൽക്കുമ്പോൾ അങ്ങനെ ഒരു സാധ്യതയിൽ ജാമ്യം ലഭിക്കുമോ എന്നുള്ള ആകാംക്ഷ. ഒപ്പം തിരുവനന്തപുരം ഒരു പൊളിറ്റിക്കൽ ഹോട്ട്സ്പോട്ടായി മാറുന്നു. NDAയുടെ സീറ്റ് വിഭജന ചർച്ച. നാളെ പ്രധാനമന്ത്രി എത്തുന്നു. പ്രധാന വാർത്തകൾ കൊണ്ട് നിറയുകയാണ് തലസ്ഥാന നഗരവും ഒപ്പം തെക്കൻ ജില്ലകളും. എന്തായാലും ഇന്ന് മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതിയാണ് പരിഗണിക്കുന്നത്. 90 ദിവസം പൂർത്തിയാകുന്ന ഘട്ടത്തിൽ, അതായത് അറസ്റ്റ് ചെയ്ത് 90 ദിവസം പൂർത്തിയാകുന്ന ഘട്ടത്തിൽ, കുറ്റപത്രം സമർപ്പിക്കാത്ത ഘട്ടത്തിൽ ജാമ്യം നൽകണം എന്നുള്ള ആവശ്യമാണ് കോടതിയിൽ മുന്നോട്ട് വയ്ക്കുക. നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും സമാനമായി ജാമ്യം അനുവദിച്ചിരുന്നു. പക്ഷേ പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ല. മറ്റൊരു കേസിൽ അറസ്റ്റ് നടന്നതുകൊണ്ട് തന്നെ ജയിലിൽ തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. സമാനമായി മുരാരി ബാബുവിന് ജാമ്യം നൽകി കഴിഞ്ഞാൽ അത് അന്വേഷണ സംഘത്തിന്, പ്രത്യേകിച്ച് SITക്ക് വലിയ തിരിച്ചടിയാണ്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട കസ്റ്റഡി അപേക്ഷ, അതായത് തന്ത്രിയുടെ കസ്റ്റഡി അപേക്ഷ ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ഒരു ദിവസം കസ്റ്റഡിയാണ് SIT ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിലെന്ത് തീരുമാനമെടുക്കുമെന്നും അറിയാൻ കഴിയും. അതേസമയം നേരത്തെ അറസ്റ്റ് ചെയ്ത N വാസു, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും കമ്മീഷണറുമായ N വാസു ജാമ്യാപേക്ഷ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. സുപ്രീം കോടതി അതിലും എന്ത് തീരുമാനമെടുക്കുന്നതും ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമാണ്. അതേസമയം മറ്റൊരു രാഷ്ട്രീയമായ നീക്കം NDA അവരുടെ സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് കടക്കുകയാണ് എന്നുള്ളതാണ്. NDA അവരുടെ ഘടകകക്ഷികളുമായുള്ള സീറ്റ് വിഭജന ചർച്ച ഇന്ന് രാവിലെ നടക്കും. 40 സീറ്റാണ് BDJS ആവശ്യപ്പെടുന്നത്. അതുകൂടാതെ മറ്റ് ഘടകകക്ഷികൾ, കാമരാജ് കോൺഗ്രസ് അടക്കമുള്ള മറ്റ് ഘടകകക്ഷികളും വിവിധ ഘട്ടത്തിൽ സീറ്റുകൾ ആവശ്യപ്പെടുന്നുണ്ട്. ഓരോരുത്തർക്കും എത്ര സീറ്റ് വീതം നൽകുമെന്നുള്ളത് ഇന്നത്തെ ചർച്ചയ്ക്ക് ശേഷം അറിയാൻ കഴിയും. അതേസമയം ഇന്ന് നിയമസഭാ നടപടിക്രമങ്ങൾ അത് സാധാരണ നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ്. പ്രധാനമായി ഇന്നത്തെ നടപടി ഈ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയമാണ്. നന്ദിപ്രമേയം അവതരിപ്പിക്കുകയും അതിനുശേഷം അതിന്മേലുള്ള ചർച്ചയും നടക്കും. ഇന്ന് പ്രതിപക്ഷം അടിയന്തര പ്രമേയമായി ഒരു വിഷയവും സഭയിൽ ഉന്നയിക്കുന്നില്ല എന്നുള്ളതാണ് ഇതുവരെ അറിയാൻ കഴിയുന്നത്. പക്ഷേ രാഷ്ട്രീയമായ വാക്പോര് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതേസമയം വാമനപുരം MLA DK മുരളി രാഹുൽ മങ്കൂട്ടത്തിൽ വിഷയം സഭയിൽ ചർച്ച ചെയ്യണമെന്നുള്ള ആവശ്യപ്പെട്ട് സ്പീക്കർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. അതിൽ എന്ത് തീരുമാനമെടുക്കുമെന്നുള്ളതും ഇന്ന് സഭാ നടപടികളെ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ്. നാളെയാണ് തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി വരുന്നത്. പ്രധാനമന്ത്രി രാവിലെ 10 മണിയോടുകൂടി തലസ്ഥാനത്തെത്തും. തലസ്ഥാനത്ത് ആദ്യ പരിപാടി റെയിൽവേയുടെ 4 ട്രെയിനുകളടക്കം ഉള്ള റെയിൽവേയുടെ പദ്ധതിയാണ്. അത് ഔദ്യോഗിക പരിപാടിയാണ്. ഔദ്യോഗിക പരിപാടിയും പുത്തിരിക്കണ്ടം മൈതാനത്ത് തന്നെയാണ്. അതിനുശേഷം അടുത്ത് BJPയുടെ പൊതുയോഗമാണ് എല്ലാവരും കാതോർത്തിരിക്കുന്നത്. കാരണം രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. ഒപ്പം ആദ്യമായി ഒരു തലസ്ഥാന നഗരം കോർപ്പറേഷൻ BJP പിടിച്ചതിന് ശേഷമുള്ള ആദ്യമായി പ്രധാനമന്ത്രി വരുന്നതാണ്. BJP രാഷ്ട്രീയത്തെ നേരിടുമ്പോൾ തന്നെ, അതായത് തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ തന്നെ പ്രധാനമന്ത്രിയെ കേരളത്തിലേക്ക് എത്തിക്കും. 45 ദിവസത്തിനകം കേരളത്തിലെത്തി ഈ കോർപ്പറേഷന്റെ വികസന ബ്ലൂ പ്രിന്റ് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിരുന്നു. എന്തായാലും അത് ഇപ്പോൾ സത്യപ്രതിജ്ഞ 27ാം ദിവസമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി എത്താൻ പോകുന്നത്. വലിയ ആവശ്യത്തിലാണ് BJP പ്രവർത്തകർ. സ്വാഭാവികമായി എന്തായിരിക്കും തിരുവനന്തപുരം കോർപ്പറേഷന്റെ വികസന പദ്ധതികൾ, തിരുവനന്തപുരം കോർപ്പറേഷന്റെ തുടർ പ്രവർത്തനം ഏത് രീതിയിലായിരിക്കും, അതിൽ കേന്ദ്രത്തിന്റെ സഹായം എങ്ങനെയാകും തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ നാളെ അറിയാൻ കഴിയും. അതും വലിയ പ്രതീക്ഷ നൽകുന്നത്, അല്ലെങ്കിൽ BJP പ്രവർത്തകർക്കിടയിൽ വലിയ ആവശ്യം നൽകുന്ന കാര്യമാണ്. ഗോകുൽ. ശരി ഉമേഷ്, ഏതായാലും ഒരുപാട് വാർത്തകൾ ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം KGM-CTA മെഡിക്കൽ അധ്യാപകർ ഇന്ന് മുതൽ അധ്യാപനം ബഹിഷ്കരിച്ചുകൊണ്ടുള്ള സമരത്തിലേക്ക് കടക്കുകയാണ്. തുടക്കം മാത്രമാണ്. ഇനി അങ്ങോട്ടേക്ക് അനിശ്ചിതകാല സമരത്തിന്റെ പല ഘട്ടങ്ങൾ അവരിപ്പോൾ തന്നെ KGM-CTA പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതായാലും നിയമസഭയിൽ നിന്ന് ആകാംക്ഷ കേന്ദ്രമാണ്. അവിടെ ഇന്ന് രാഷ്ട്രീയ ചർച്ചകൾ, രാഷ്ട്രീയ ആരോപണങ്ങൾ ഉയരുമെന്നത് ഉറപ്പുമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.